റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ തീർത്തും അപ്രതീക്ഷിതമായി ഭീതിയുടെയും ആശങ്കയുടെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നഗരമധ്യത്തിൽ വൻ സ്ഫോടനം നടന്നിരിക്കുകയാണ്. നഗരത്തിലെ അതിപ്രശസ്തവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ കെട്ടിട സമുച്ചയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ബാൽസി റോസി റെസ്റ്റോറന്റിലാണ് ദാരുണമായ ഈ ദുരന്തം അരങ്ങേറിയത്. 5 നക്ഷത്ര നിലവാരമുള്ള റെസ്റ്റോറന്റിലുണ്ടായ സ്ഫോടനത്തിന്റെ പ്രഹരശേഷി പ്രദേശത്താകെ വൻ പരിഭ്രാന്തി. പ്രാദേശിക സമയം രാത്രി 8 മണിയോടെയാണ് മോസ്കോയുടെ ഹൃദയഭാഗമായ കുദ്രിൻസ്കയ സ്ക്വയറിലുള്ള റെസ്റ്റോറന്റ് പരിസരം വൻ ശബ്ദത്തോടെ കുലുങ്ങിയത്. റെസ്റ്റോറന്റിന്റെ സമ്മർ ടെറസിന് സമീപമാണ് സ്ഫോടനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അത്താഴ വിരുന്നിനായി ധാരാളം ആളുകൾ തടിച്ചുകൂടിയ സമയം നിമിഷം നേരം കൊണ്ട് വലിയ സങ്കടക്കടലായി മാറി. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സ്ഫോടനത്തിൽ കുറഞ്ഞത് 3 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി സ്ഥാപിത വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ 15ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറന്റിൽ തിരക്കേറിയ സമയമായതിനാൽ ദുരന്തത്തിന്റെ ആഘാതം വളരെ വലുതായിരുന്നുവെന്നാണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന സൂചനകൾ. ഒരു സ്വകാര്യ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. 50ഓളം വിശിഷ്ട വ്യക്തികളും ക്ഷണിക്കപ്പെട്ട അതിഥികളും ആ സമയത്ത് ഹാളിനുള്ളിലും പരിസരങ്ങളിലുമായി പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ അതിശക്തമായ സ്ഫോടനത്തിൽ പലർക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുവാൻ പോലും അവസരം ലഭിച്ചില്ല. സ്റ്റാലിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട മോസ്കോയിലെ ചരിത്ര പ്രസിദ്ധമായ സപ്ത സഹോദരി അമ്പരചുംബികളിൽ ഒന്നിനാണ് ഈ റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത്. ചരിത്രപരമായി വളരെ സുരക്ഷിതമെന്നും ഗാംഭീര്യമുള്ളതെന്നും കരുതപ്പെടുന്ന ഇത്തരമൊരു വൻകിട കെട്ടിട സമുച്ചയത്തിൽ സ്ഫോടനമുണ്ടായത് ഭരണകൂടത്തെയും വൻതോതിൽ ഞെട്ടിച്ചു. സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടയുടൻ സമാന്തര തെരുവുകളിൽ നിന്ന് പോലും ആളുകൾ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി. റെസ്റ്റോറന്റിന്റെ കൂറ്റൻ ഗ്ലാസ് ജാലകങ്ങളും അലങ്കാര വസ്തുക്കളും ചിതറിത്തെറിച്ച് തെരുവിലേക്ക് വീണു. വലിയൊരു ഭൂകമ്പത്തിന് സമാനമായ ആഘാതമാണ് സമീപ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നു. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഡസൻ കണക്കിന് ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളും പോലീസ് വാഹനങ്ങളും കുദ്രിൻസ്കയ സ്ക്വയറിലേക്ക് കുതിച്ചെത്തി. അടിയന്തര രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി പോലീസ് ഉടൻ തന്നെ പരിസരത്തെ പ്രധാന റോഡുകളെല്ലാം പൂർണ്ണമായും അടച്ചുപൂട്ടി. വൻ സുരക്ഷാ വലയത്തിലാണ് നിലവിൽ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്ന പരിക്കേറ്റവരെ അതിവേഗത്തിൽ പ്രാദേശിക ആശുപത്രികളിലേക്ക് മാറ്റി. പരിക്കേറ്റ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് മെഡിക്കൽ സംഘം വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ വരും മണിക്കൂറുകളിൽ മരണസംഖ്യ വർദ്ധിച്ചേക്കുമോ എന്ന ആശങ്കയും അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ റഷ്യൻ ഔദ്യോഗിക വക്താക്കൾ തയ്യാറായിട്ടില്ല. സാങ്കേതിക തകരാറാണോ അതോ വൻ ആക്രമണമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കർശനമായ ശാസ്ത്രീയ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ദുരന്തത്തിന് പിന്നിൽ ഗ്യാസ് ഉപകരണങ്ങളിലുണ്ടായ തകരാറോ ചോർച്ചയോ ആകാമെന്ന പ്രാഥമിക ഊഹക്കച്ചവടങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രചരിച്ചിരുന്നു. വൻകിട റെസ്റ്റോറന്റുകളിലെ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളോ പൈപ്പ് ലൈനുകളോ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. എന്നാൽ അതേസമയം തന്നെ സംഭവ സ്ഥലത്ത് അപ്രതീക്ഷിതമായി ബോംബോ അല്ലെങ്കിൽ മാരകമായ മറ്റ് സ്ഫോടക വസ്തുക്കളോ ആക്രമികൾ സ്ഥാപിച്ചതാണോ എന്ന കാര്യവും ഡിറ്റക്ടീവുകൾ വളരെ ഗൗരവത്തോടെയാണ് അന്വേഷിക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് അരങ്ങേറിയ സംഭവമായതിനാൽ തന്നെ ഭീകരാക്രമണ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനും അധികൃതർ തയ്യാറല്ല. റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിലെയും പ്രോസിക്യൂട്ടർ ജനറലിന്റെ ഓഫീസിലെയും ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ബോംബ് ഡിസ്പോസൽ സ്ക്വാഡും ഫോറൻസിക് നിരീക്ഷണ സംഘങ്ങളും സംഭവസ്ഥലത്ത് അടിയന്തര പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. സ്ഫോടനം നടന്ന റൂമിലെയും ടെറസിലെയും സാമ്പിളുകൾ, രാസ്യാവശിഷ്ടങ്ങൾ, ലോഹഭാഗങ്ങൾ എന്നിവ ശേഖരിച്ച് ലാബുകളിലേക്ക് അയച്ചിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കളുടെ അംശം സാന്നിധ്യം അറിയിച്ചാൽ കേസിന്റെ സ്വഭാവം മാറിമറിയുകയും ഭീകരാക്രമണ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യും. തലസ്ഥാന നഗരിയിൽ അതും അതീവ സുരക്ഷാ മേഖലയ്ക്ക് സമീപം ഇത്തരമൊരു വൻ ദുരന്തം നടന്നത് റഷ്യൻ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. ആളുകൾ ഒത്തുചേരുന്ന പൊതുയിടങ്ങളിലും റെസ്റ്റോറന്റുകളിലും സുരക്ഷ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കത്തിപ്പിടിച്ച തീയണയ്ക്കാൻ ഫയർഫോഴ്സിന് മണിക്കൂറുകളോളം പൊരുതേണ്ടി വന്നു. ചരിത്ര കെട്ടിടത്തിന്റെ ഘടനയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സിവിൽ എഞ്ചിനീയറിംഗ് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവരെ താൽക്കാലികമായി ഒഴിപ്പിച്ചു. സ്ഫോടനം നടക്കുമ്പോൾ റെസ്റ്റോറന്റിലുണ്ടായിരുന്ന ജീവനക്കാരുടെയും അതിഥികളുടെയും മൊഴികൾ പോലീസ് വിശദമായി രേഖപ്പെടുത്തി.
സ്ഫോടനത്തിന് തൊട്ടു മുൻപ് സംശയകരമായ രീതിയിൽ ആരെങ്കിലും പെരുമാറിയിരുന്നു അല്ലെങ്കിൽ അപരിചിതമായ പാക്കറ്റുകൾ കണ്ടെത്തിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ തെറ്റായ വിവരങ്ങളും അഭ്യൂഹങ്ങളും പ്രചരിപ്പിക്കരുതെന്ന് റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കാനാണ് നിർദ്ദേശം. റഷ്യയിലെ വ്യവസായ രാഷ്ട്രീയ പ്രമുഖർ ഇടയ്ക്കിടെ ഒത്തുചേരുന്ന പ്രമുഖ കേന്ദ്രങ്ങളിലൊന്നാണ് ബാൽസിറോസി. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖരെ ലക്ഷ്യമിട്ടാണോ ആക്രമണം നടന്നത് എന്ന സംശയവും ഉയർന്നു തുടങ്ങി. ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് സാധ്യമായ എല്ലാ വിദഗ്ധ ചികിത്സയും നൽകാൻ ആരോഗ്യ മന്ത്രാലയം അടിയന്തര ഉത്തരവിറക്കി. പരിക്കേറ്റവരുടെ ബന്ധുക്കൾ ആശുപത്രി പരിസരങ്ങളിൽ തടിച്ചുകൂടിയത് വലിയ കണ്ണീർ കാഴ്ചയായി. വരും ദിവസങ്ങളിൽ മോസ്കോയിൽ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം. പൊതുപരിപാടികൾക്കും നഗരമധ്യത്തിലെ വലിയ ഒത്തുചേരലുകൾക്കും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിടും. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ച പ്രാദേശിക ഭരണകൂടം സംഭവത്തിന്റെ മുഴുവൻ സത്യങ്ങളും പുറത്തു കൊണ്ടുവരണമെന്ന് ഉറപ്പു നൽകി. ആകസ്മികമായ അപകടമാണെങ്കിലും അതല്ല കൃത്യമായ ആക്രമണമാണെങ്കിലും അതിന് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടുമെന്ന നിലപാടിലാണ് അന്വേഷണ ഏജൻസികൾ. ചരിത്രപരമായ കെട്ടിടത്തിന്റെ പ്രതാപത്തിനു മേൽ കരിനിഴൽ വീഴ്ത്തിയ ഈ ദുരന്തം മോസ്കോ നഗരവാസികളെ ആകെ നടുക്കിയിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ പുറത്തുവരുന്ന ഫോറൻസിക് റിപ്പോർട്ടുകളിലൂടെ മാത്രമേ റഷ്യൻ തലസ്ഥാനത്ത് ഞെട്ടിച്ച ഈ സ്ഫോടനത്തിന് പിന്നിലെ യഥാർത്ഥ സത്യം വെളിപ്പെടുകയുള്ളൂ.